നല്ല വിത്തിൻ്റെ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. 3 സത്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. 1, നല്ല വിത്തും കളകളുടെ വിത്തും. 2 യജമാനന്മാർ. 1 ദൈവവും 2 പിശാചും. 3 നല്ല ഫലം നൽകുന്ന നല്ല വിത്തും സമ്പൂർണമായ തിന്മയാകുന്ന കളകളും. ഒരു വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്ന ഒരു വ്യക്തിയോടാണ് യേശു ദൈവരാജ്യത്തെ ഉപമിക്കുന്നത്. അവൻ ഉറങ്ങുമ്പോൾ ഒരു ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കളകൾ വിതയ്ക്കുന്നു. നല്ല വിത്തും കളകളുടെ വിത്തും ഒരുമിച്ചാണ് വളർന്നത്. വേരുകൾ ഇടചേർന്നാണ് നിന്നിരുന്നത്. ചെടികൾ വളർന്ന് ധാന്യം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നതുവരെ ശത്രുക്കൾ ചെയ്തത് വിതക്കാരൻ ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒരു ശത്രു കളകൾ നട്ടിരിക്കണമെന്ന് ഉടമ തൻ്റെ അടിമകളോട് വിശദീകരിക്കുന്നു. കാരണം അതിൽ യജമാനൻ ആഗ്രഹിക്കാത്ത കളകൾ വിളകളോടൊപ്പം വളർന്നു വന്നിരുന്നു. വിളവെടുപ്പ് സമയം വരെ ഒന്നും ചെയ്യരുതെന്ന് അവൻ അവരോട് നിർദ്ദേശിക്കുന്നു. അതിനു മുൻപ് അവർ എന്തെങ്കിലും ചെയ്താൽ അത് ധാന്യം നഷ്ടപ്പെടുന്ന പ്രവൃത്തിയായി മാറും, വിളകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് യജമാനൻ പറയുകയാണ്. വിളവെടുപ്പ് കാലത്ത് കൊയ്ത്തുകാർ ആദ്യം കള പെറുക്കി കെട്ടുകളായി കത്തിച്ചു കളയുമെന്ന് ഉടമ അവരോട് പറയുകയാണ്. പിന്നീട് ഗോതമ്പ് ശേഖരിച്ച് കളപ്പുരയിൽ കൊണ്ടുവരും. ഇവിടെ നാം കാണുന്നത് യജമാനന് വ്യക്തമായ ബോധ്യമുണ്ട് താൻ എന്താണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. വിളകൾ സംരക്ഷിക്കുവാനും കളകൾ നശിപ്പിക്കപ്പെടുവാനും. ഇവിടെ നാം കാണുന്ന ഏറ്റവും വലിയ ആത്മീയത കാത്തിരിപ്പാണ്. യജമാനൻ പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാത്തിരിപ്പ് വളരെ പ്രധാനമാണ്. ഞാനല്ല തീരുമാനിക്കേണ്ടത്, ദൈവമാണ്. ദൈവ തീരുമാനത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൻ്റെ നന്മ തിന്മകളെ നീ ബോധ്യപ്പെട്ട് ജീവിച്ചുകൊണ്ട് കാത്തിരിക്കുക. ഈ ഉപമയിൽ വിതക്കാരൻ യേശുവും ശത്രു പിശാചുമാണ്. നല്ല വിത്ത് ദൈവവചനം കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളെ പ്രതിനിധീകരിക്കുന്നു. ഇവരാണ് ദൈവരാജ്യത്തിൽപ്പെട്ടവരും അന്ത്യകാലത്ത് സ്വർഗത്തിലേക്ക് പോകുന്നവരും. കളകൾ ദൈവവചനം ശ്രവിക്കാത്ത ആളുകളെ പ്രതിനിധീകരിക്കുന്നു. അവർ ദുഷ്ടന്റെ പുത്രന്മാരാണ്. അവർ കാലാവസാനത്തിൽ നരകത്തിൻ്റെ തീച്ചൂളയിലേക്ക് എറിയപ്പെടും. കൊയ്ത്തു തൊഴിലാളികൾ മാലാഖമാരാണ്. വിളവെടുപ്പ് കാലം യുഗാന്ത്യവുമാണ്. ഇതിനർത്ഥം ഭൂമിയിൽ നല്ലവരും ചീത്തവരും ഒരുമിച്ച് വളരുവാൻ ദൈവം ഇടവരുത്തും. ചീത്തവരെ നോക്കി നല്ലവർ അസൂയപ്പെടരുത്. നല്ലവർ പരാജയപ്പെടുന്നു, നശിക്കുന്നു എന്ന തോന്നലു ഉണ്ടാകുമ്പോഴും അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. 2 പേരും ഒരുമിച്ച് ജീവിക്കും. ലോകത്തിൻ്റെ തിന്മയുടെ ഇടയിൽ ദൈവരാജ്യം എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. കാലാവസാനത്തിൽ ആളുകൾ അവരുടെ ശാശ്വതമായ വിധിയിലേക്ക് വേർപെടുത്തപ്പെടും അഥവാ എടുക്കപ്പെടും. പ്രിയമുള്ളവരെ, നാം കളകളുടെ കൂടെയാണോ വിളകളുടെ കൂടെയാണോ? നമ്മിൽ കളകളാണോ അധികം, വിളകളാണോ അധികം? നമ്മുടെ ജീവിതത്തിൻ്റെ ഈ തോട്ടത്തിൽ ദൈവ പദ്ധതിക്ക് വേണ്ടിയുള്ള ഫലങ്ങൾ നൽകുന്നവരായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ശനിയാഴ്ച ദിവസം ദൈവാനുഗ്രഹം യാചിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.